ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് റിട്ടുകളെ കുറിച്ച് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 32 ആർട്ടിക്കിൾ 226 ഒക്കെ റിട്ടുകളെ കുറിച്ച് പറയുന്നു. എന്താണ് റിട്ട്? കോടതി ഒരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ സർക്കാരിനോ എതിരെ പുറപ്പെടുവിക്കുന്ന രേഖാമൂലമുള്ള ഒരു ഉത്തരവാണ് റിട്ട്. മൗലിക അവകാശം സംരക്ഷിക്കാനായിട്ടാണ് റിട്ടുകൾ ഉപയോഗിക്കുന്നത്. റിട്ട് ആർക്കൊക്കെ പുറപ്പെടുവിക്കാം? സുപ്രീം കോടതിക്ക് പുറപ്പെടുവിക്കാം. സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 32. സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ചുള്ള ആർട്ടിക്കിളാണ് 32. അധികാരപരിധി. മൗലിക അവകാശ ലംഘനത്തിന് മാത്രം ഇത് ഉപയോഗിക്കുന്നു. ഇത് മൗലിക അവകാശം കൂടിയാണ്. ഇനി ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 226 ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 226. സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ 32. ഹൈക്കോടതിയുടെ അധികാര പരിധി നോക്കുമ്പോൾ മൗലിക അവകാശം അതേപോലെ മറ്റ് നിയമപരമായിട്ടുള്ള അവകാശങ്ങൾക്കും ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നു. അധികാരം സുപ്രീം കോടതിയേക്കാൾ കൂടുതലുള്ളത് ഹൈക്കോടതിക്കാണ്. റിട്ട് അധികാരം സുപ്രീം കോടതിയേക്കാൾ കൂടുതൽ നൽകിയിരിക്കുന്നത് ഹൈക്കോടതികൾക്കാണ്. ഡോക്ടർ അംബേദ്കർ ആർട്ടിക്കിൾ 32 കോൺസ്റ്റിറ്റ്യൂഷന്റെ ഹൃദയവും ആത്മാവും എന്ന് വിളിച്ചു. ആർട്ടിക്കിൾ 32 ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിളിച്ചത്. 5 തരം റിട്ടുകളുണ്ട്. ഓരോന്നും നോക്കാം. ഒന്നാമത്തത് ഹേബിയസ് കോർപ്പസ്. അതിൻ്റെ അർത്ഥം എന്താണ്? ശരീരം ഹാജരാക്കുക എന്നുള്ള. ശരീരം ഹാജരാക്കുക എന്നർത്ഥമുള്ള റിട്ട് ഹേബിയസ് കോർപ്പസ്. ഒരാളെ നിയമവിരുദ്ധമായിട്ട് തടങ്കലിൽ വെച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കാനുള്ള ഉത്തരവിടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന റിട്ട്. ഒരാളെ നിയമവിരുദ്ധമായി എവിടെങ്കിലും തടങ്കലിൽ വെച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവിട്ടുകൊണ്ടുള്ള റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യം അതേപോലെ സർക്കാരിനും സ്വകാര്യ വ്യക്തികൾക്കുമെതിരെയും ഈ റിട്ട് കൊടുക്കാം. സർക്കാരിനും സ്വകാര്യ വ്യക്തിക്കുമെതിരെ ഹേബിയസ് കോർപ്പസ് എന്ന റിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് മാൻഡമസ്. മാൻഡമസിന്റെ അർത്ഥം ഞങ്ങൾ ആജ്ഞാപിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. ഒരു പൊതു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ കോടതി അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്നിവയ്ക്ക് നിയമപരമായിട്ടുള്ള കടമ ചെയ്യാതിരുന്നാൽ കൊടുക്കുന്ന റിട്ടാണ് മാൻഡമസ് എന്ന റിട്ട്. ഒരു പൊതു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ കോടതി അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്നിവ നിയമപരമായിട്ട് ചെയ്യാനുള്ള കടമ ചെയ്യാതിരുന്നാൽ കൊടുക്കുന്ന റിട്ട് മാൻഡമസ്. സ്വകാര്യ വ്യക്തിക്കെതിരെ മാൻഡമസ് കൊടുക്കാൻ പറ്റത്തില്ല. സ്വകാര്യ വ്യക്തിക്കെതിരെ മാൻഡമസ് ഇല്ല. പ്രസിഡന്റ്, ഗവർണർ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർക്കെതിരെ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാറില്ല. സ്വകാര്യ വ്യക്തിക്കെതിരെയും ഇല്ല. അതേപോലെ പ്രസിഡന്റിനെതിരെ, ഗവർണർക്കെതിരെ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ മാൻഡമസ് പുറപ്പെടുവിക്കാറില്ല. അടുത്തത് പ്രൊഹിബിഷൻ. പ്രൊഹിബിഷന്റെ അർത്ഥം വിലക്ക് എന്നുള്ളതാണ്. പ്രൊഹിബിഷൻ വിലക്ക്. കീഴ്ക്കോടതി അല്ലെങ്കിൽ ട്രൈബ്യൂണൽ അധികാരപരിധി ലംഘിച്ച് കേസ് കേൾക്കുമ്പോൾ കൊടുക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. കീഴ്ക്കോടതി അല്ലെങ്കിൽ ട്രൈബ്യൂണൽ എന്നിവ അധികാരപരിധിയും ലംഘിച്ചുകൊണ്ട് കേസ് കേൾക്കുമ്പോൾ പ്രൊഹിബിഷൻ റിട്ടാണ് പുറപ്പെടുവിക്കുന്നത്. കേസ് നടക്കുന്നതിന് മുൻപ് മാത്രമാണ് പ്രൊഹിബിഷൻ കൊടുക്കുന്നത്. കേസ് നടക്കുന്നതിന് മുൻപ് മാത്രം കൊടുക്കുന്നു. ഹയർ കോർട്ട് ലോവർ കോർട്ടിലേക്ക് കൊടുക്കുമ്പോൾ പ്രൊഹിബിഷൻ ആണ് കൊടുക്കുന്നത്. ഹയർ കോർട്ട് ടു ലോവർ കോർട്ട്. കേസ് നടക്കുന്നതിന് മുൻപാണ് പ്രൊഹിബിഷൻ എന്ന റിട്ട് പുറപ്പെടുവിക്കുന്നത്. അടുത്തതായിട്ട് സെർഷ്യോററി. അതിൻ്റെ അർത്ഥം എന്താണ്? വിവരം അറിയാൻ അല്ലെങ്കിൽ റദ്ദാക്കാൻ. സെർഷ്യോററി എന്ന റിട്ടിന്റെ അർത്ഥം വിവരം അറിയാൻ അല്ലെങ്കിൽ റദ്ദാക്കാൻ.
കീഴ്ക്കോടതി വിധി പറഞ്ഞു കഴിഞ്ഞാൽ അത് റദ്ദാക്കാൻ വേണ്ടിയാണ് സെർഷ്യോററി എന്ന റിട്ട് പുറപ്പെടുവിക്കുന്നത്. കീഴ്ക്കോടതി വിധി പറഞ്ഞു കഴിഞ്ഞാൽ അത് റദ്ദാക്കാൻ വേണ്ടി സെർഷ്യോററി റിട്ടാണ് പുറപ്പെടുവിക്കുന്നത്. പ്രൊഹിബിഷൻ പ്ലസ് സെർഷ്യോററി രണ്ടും ജുഡീഷ്യൽ റിട്ടാണ്. തെറ്റായ വിധിയെ റദ്ദാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെർഷ്യോററിയൊക്കെ കൊടുക്കുന്നത്. പ്രൊഹിബിഷനും സെർഷ്യോററിയും രണ്ടും ഒരു ജുഡീഷ്യൽ റിട്ടുകളാണ്. തെറ്റായ വിധിയെ റദ്ദാക്കുകയാണ് ഇതിന്റെ കടമ. ക്വോ വാറന്റോയെ കുറിച്ച് നോക്കാം. ക്വോ വാറന്റോയുടെ അർത്ഥം എന്ത് അധികാരത്താൽ, ഏത് അധികാരത്താൽ എന്നെല്ലാം അർത്ഥം വരുന്നത് ക്വോ വാറന്റോ. ഒരാൾ നിയമവിരുദ്ധമായിട്ട് പൊതു പദവി വഹിക്കുമ്പോൾ പദവിയുടെ യോഗ്യത ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് ക്വോ വാറന്റോ പുറപ്പെടുവിക്കുന്നത്. ഒരാൾ നിയമവിരുദ്ധമായിട്ട് ഒരു പദവി വഹിക്കുമ്പോൾ പദവിയുടെ യോഗ്യത ചോദ്യം ചെയ്യുന്ന റിട്ടാണ് ക്വോ വാറന്റോ. എക്സാമ്പിൾ മന്ത്രിയും VC ഒക്കെയാണ്. അവര് നിയമപരമല്ലാതെ അധികാര പദവി വഹിക്കുമ്പോൾ അത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള റിട്ട് ക്വോ വാറന്റോ. എന്ത് അധികാരത്താൽ? PC വൺലൈനേഴ്സ് ക്വസ്റ്റ്യൻ നോക്കാം. റിട്ട് അധികാരം സുപ്രീം കോടതിക്ക് നൽകുന്ന ആർട്ടിക്കിൾ എന്താണ്? ആർട്ടിക്കിൾ 32. മൗലിക അവകാശത്തിന് മാത്രമാണ് റിട്ട് അധികാരം സുപ്രീം കോടതിക്ക് ഉള്ളത്. റിട്ട് അധികാരം ഹൈക്കോടതിക്ക് നൽകുന്ന ആർട്ടിക്കിൾ എന്താണ്? നമ്മളിപ്പോൾ പഠിച്ചു ആർട്ടിക്കിൾ 226. മൗലിക അവകാശത്തിനും മറ്റ് നിയമപരമായിട്ടുള്ള അവകാശങ്ങൾക്കും ഹൈക്കോടതികൾക്ക് നൽകാവുന്നതാണ്. ഏറ്റവും ശക്തമായിട്ടുള്ള റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ്. അടിയന്തരാവസ്ഥയിൽ പോലും സസ്പെൻഡ് ചെയ്യാൻ കഴിയില്ല എന്ന് 44ാം ഭരണഘടനയിൽ ഹേബിയസ് കോർപ്പസിനെ പറ്റി പറയുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് പോലും സസ്പെൻഡ് ചെയ്യാൻ കഴിയാത്ത റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അതുകൊണ്ടാണ് ഹേബിയസ് കോർപ്പസ് ആണ് ഏറ്റവും ശക്തമായ റിട്ടുകൾ എന്ന് പറയുന്നത്. 5 റിട്ടുള്ളതിൽ ഏറ്റവും ശക്തമായ റിട്ട് ഹേബിയസ് കോർപ്പസ്. മാൻഡമസ് പുറപ്പെടുവിക്കാൻ പറ്റാത്തവർ നമ്മളിപ്പോൾ പഠിച്ചു. മാൻഡമസ് ആർക്കെതിരെയൊക്കെ പുറപ്പെടുവിക്കാൻ പറ്റില്ല? പ്രസിഡന്റും ഗവർണർ, സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരെ നമുക്ക് മാൻഡമസ് പുറപ്പെടുവിക്കാൻ പറ്റില്ല. മാൻഡമസ് പുറപ്പെടുവിക്കാൻ പറ്റാത്തവരാണ് പ്രസിഡന്റ്, ഗവർണർ, സുപ്രീം കോടതി ആൻഡ് ഹൈക്കോടതി ജഡ്ജിമാർ. പ്രൊഹിബിഷൻ വേഴ്സസ് സെർഷ്യോററിയെ നോക്കാം. പ്രൊഹിബിഷൻ എന്നത് വിചാരണയ്ക്ക് മുൻപ് തടയൽ. സെർഷ്യോററി എന്നത് വിധി വന്നതിന് ശേഷം റദ്ദാക്കാൻ വേണ്ടിയുമാണ്. പ്രൊഹിബിഷൻ എന്താണ്? വിചാരണയ്ക്ക് മുൻപേ അത് തടയാൻ വേണ്ടിയാണ് പ്രൊഹിബിഷൻ. സെർഷ്യോററിയുടെ കടമ എന്താണെന്ന് വെച്ചാൽ വിധി വന്നതിന് ശേഷം അത് റദ്ദാക്കാൻ വേണ്ടി പുറപ്പെടുവിക്കുന്നത് സെർഷ്യോററി എന്ന റിട്ടാണ്. ക്വോ വാറന്റോയെ നോക്കുമ്പോൾ ക്വോ വാറന്റോ കൊടുക്കാൻ പൊതു പദവി ആയിരിക്കണം, സ്വകാര്യ ഓഫീസിന് ബാധകമല്ല. ക്വോ വാറന്റോ നമുക്ക് ഒരു പൊതു പദവിയിൽ മാത്രമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, സ്വകാര്യ ഓഫീസിന് കൊടുക്കാറില്ല. ക്വോ വാറന്റോ എന്ത് അധികാരത്താൽ എന്നുള്ള ആ റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയുന്നത് പൊതു അധികാരികൾക്കെതിരെ മാത്രമാണ്. ഹേബിയസ് കോർപ്പസ്, ക്വോ വാറന്റോ ഒഴികെ സ്വകാര്യ വ്യക്തികൾക്കെതിരെ ഇല്ല. റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയുന്നത് പൊതു അധികാരികൾക്കെതിരെ മാത്രമാണ്. ഹേബിയസ് കോർപ്പസും ക്വോ വാറന്റോ ഒഴികെ സ്വകാര്യ വ്യക്തികൾക്കെതിരെ ഇല്ല. PSCയുടെ പഴയ ചോദ്യങ്ങൾ നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഹൃദയവും ആത്മാവും, അതായത് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ച റിട്ട് ആർട്ടിക്കിൾ 32. നമ്മളിപ്പോൾ പഠിച്ചേ ഉള്ളൂ. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവെന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32. നിയമവിരുദ്ധമായിട്ടുള്ള തടങ്കലിൽ നിന്നും മോചനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന റിട്ട് ഏതാണ്? നിയമവിരുദ്ധ തടങ്കലിൽ നിന്നും മോചനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് തന്നെയാണ്. ഒരു ഉദ്യോഗസ്ഥൻ തന്റെ കടമ നിർവഹിക്കാത്തപ്പോൾ പുറപ്പെടുവിക്കുന്ന റിട്ട് മാൻഡമസ്. ഒരു ഉദ്യോഗസ്ഥൻ തന്റെ കടമ നിർവഹിക്കാതിരുന്ന അപ്പോൾ പുറപ്പെടുവിക്കുന്ന റിട്ട് മാൻഡമസ്. ഒരു ഉദ്യോഗസ്ഥൻ തന്റെ കടമ നിർവഹിക്കാതിരിക്കുമ്പോൾ പുറപ്പെടുവിക്കുന്ന റിട്ട് മാൻഡമസ്. കീഴ്ക്കോടതിയുടെ അധികാര ലംഘനം തടയാനുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ. കീഴ്ക്കോടതിയുടെ അധികാര ലംഘനം തടയുന്ന റിട്ട് ഏതാണ്? പ്രൊഹിബിഷൻ. കീഴ്ക്കോടതി അധികാര ലംഘനം തടയാനുള്ള റിട്ട് പ്രൊഹിബിഷൻ.
ഒരാൾ എന്ത് അധികാരത്തിലാണ് പദവി വഹിക്കുന്നത് എന്ന് ചോദ്യം ചെയ്യുന്ന റിട്ട് ക്വോ വാറന്റോ. ഒരാൾ ഏത് അധികാരത്തിലാണ് ആ പദവി വഹിക്കുന്നത് എന്ന് ചോദ്യം ചെയ്യുന്ന റിട്ട് ക്വോ വാറന്റോ. ആർട്ടിക്കിൾ 226 പ്രകാരമാണ് ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയുന്നത്. എന്തിനൊക്കെയാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്? മൗലിക അവകാശത്തിനും മറ്റ് നിയമപരമായിട്ടുള്ള അവകാശങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 226 അത് എന്തിനൊക്കെ വേണ്ടിയാണ്? മൗലിക അവകാശത്തിനും അതേപോലെ മറ്റ് നിയമപരമായിട്ടുള്ള അവകാശങ്ങൾക്കും ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, റിട്ടുകളെ കുറിച്ചുള്ള ഈ ഒരു ചെറിയ ടോപ്പിക് വൈസ് വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സ് ഒക്കെ എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കരുതേ. കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ ലഭിക്കുന്നതാണ്. ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.